Hello my dear students, how are you all? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. കാറ്റിൻ്റെ ഉറവിടം തേടി എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവരും കുറച്ചൊരു ടഫുണ്ട് എങ്കിലും നിങ്ങൾ ഒരു 2 പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതേ ഉള്ളൂ. കാറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, പ്രഷർ ഫോമേഷൻ എങ്ങനെയാണ്, പ്രഷർ ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ കുട്ടികളും നല്ലോണം ശ്രദ്ധാപൂർവം കേൾക്കുക, എന്നിട്ട് ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക, പഠിക്കുക കേട്ടോ. ഡെഫിനറ്റ്ലി യു വിൽ ഗെയിൻ A+ ഇൻ സോഷ്യൽ സയൻസ്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. എല്ലാവർക്കും സോഷ്യൽ സയൻസിന് A+ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. ഓക്കെ, സോ മൈ ഡിയർ ചിൽഡ്രൻ, വി വിൽ ഗോ ടു ദ ടോപ്പിക്. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കഴിയുന്നതും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, സോ മൈ ഡിയർ ചിൽഡ്രൻ, വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ. പ്രിപ്പയർ എ ചാർട്ട് ഡിസ്ക്രൈബിംഗ് ദ പ്ലാനറ്ററി വിൻഡ്സ്, ദ ഏരിയാസ് വേർ ദേ ബ്ലോൺ ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ ടേബിളാക്കി പഠിക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം ഇതങ്ങനെയാണ് മറ്റേത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ നമ്മൾ ആ രീതിയിൽ പഠിക്കുക. അപ്പം നമുക്ക് 3 പ്ലാനറ്ററി വിൻഡ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ചാർട്ടാണ് ഉണ്ടാക്കേണ്ടത്. പ്ലാനറ്ററി വിൻഡ്സിൽ ഫസ്റ്റത്തത് ട്രേഡ് വിൻഡ്സ് ആയിരുന്നു. ഏരിയ ഏതായിരുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, എന്താണ് ഫീച്ചേഴ്സ്? ദ സോൺ വേർ ദ ട്രേഡ് വിൻഡ്സ് ഫ്രം ബോത്ത് ഹെമിസ്ഫിയർ കൺവേർജ് ഈസ് known as a intertropical convergence zone, and these winds blow from northeast to in northern hemisphere and southeast in southern hemisphere. ഈ 2 ഫീച്ചേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ട്രേഡ് വിൻഡ്സ്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? വെസ്റ്റേർലി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർന്ന് സബ് പോളാർ ലോ പ്രഷറിലേക്കാണ്. ഓക്കെ, എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് പോകുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇൻ ബോത്ത് ഹെമിസ്ഫിയർ ദീസ് വിൻഡ്സ് ആർ മോസ്റ്റ്ലി from the west. The westerlies are stronger in the southern hemisphere due to the vast expanse of oceans in the southern hemisphere. Okay, കൂടുതലായിട്ടും ഓഷ്യൻസ് ആണുള്ളത്, നിരപ്പായ സ്ഥലങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ വെസ്റ്റേർലീസ് കൂടുതൽ സ്ട്രോങ് എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ അത് 2 പോയിൻറ്റും നിങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് തേർഡ് വൺ പോളാർ ഈസ്റ്റേർലീസ് ആണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷറിലേക്ക് വരുന്നതാണ് പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറയുന്നത്. ദീസ് വിൻഡ്സ് ബ്ലോ ഫ്രം ഈസ്റ്റ് ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പ്ലാനറ്ററി വിൻഡ്സ്. ഇനി അടുത്തതായിട്ട് ഈ ടേബിൾ ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഏതാണ്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ വിൻഡ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ വി ഓൾറെഡി സ്റ്റഡീഡ് പ്ലാനറ്ററി വിൻഡ്സ് ഉണ്ട്, ലോക്കൽ വിൻഡ്സ് ഉണ്ട്, പീരിയോഡിക് വിൻഡ്സ് ഉണ്ട്, വേരിയബിൾ വിൻഡ്സ് ഉണ്ട്. അപ്പോൾ പ്ലാനറ്ററി വിൻഡ്സിൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത മാതിരി തന്നെ ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്, ഇത് 3ഉമാണ് പ്ലാനറ്ററി വിൻഡ്സിൽ വരുന്നത്. ഇനി ലോക്കൽ വിൻഡ്സിൽ വരുന്നത് ഏതാണ്? ലൂ, മാംഗോ ഷവർ, കൽബൈസാക്കി, ചിനൂക്ക്. ഓക്കെ, അത് നമ്മളതും അതർ കൺട്രീസിലുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ 4 നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി പീരിയോഡിക് വിൻഡ്സ് ആണ്. പീരിയോഡിക് വിൻഡ്സിൽ നിങ്ങൾക്കറിയാം അത് പീരിയോഡിക് റെഗുലർ ഇൻ്റർവെല്ലിൽ വെച്ചിട്ടാണ് വരുന്നത്. അതിൽ മൺസൂൺ, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ഓക്കെ, മൗണ്ടൻ ആൻഡ് വാലി ബ്രീസും ഉണ്ട്. ഓക്കെ, ദാറ്റ് യു ക്യാൻ സ്റ്റഡി. ദെൻ വാരിയബിൾ വിൻഡ്സിൽ എന്താണ്? സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ലെറ്റേഴ്സ് അസസിലെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് പേജ് നമ്പർ 35 ലെറ്റേഴ്സ് അസസ് എന്നുള്ള ഇതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹ്യൂമിഡിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. ജസ്റ്റിഫൈ. അത് നമുക്കറിയാം അല്ലേ? ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നു, ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുക. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു എന്നുള്ളതാവുമ്പോൾ ആണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്.
പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. അതെങ്ങനെയാണെന്നുള്ളതാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എയർ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് എക്സ്പാൻസ്. അല്ലേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താകുന്നു? എയർ ഹീറ്റ് ആകുന്നു, അത് എക്സ്പാൻഡ് ആവുന്നു. എക്സ്പാൻഡഡ് എയർ ഈസ് ലെസ് ഡെൻസ് ആൻഡ് എസെൻസ് എന്ത് ചെയ്യുന്നു? അത് പിന്നെ മേലോട്ട് ഉയർന്നു പോകുന്നു, അത് എസെൻസ്. ഓക്കെ, ആൻഡ് ദിസ് ലീഡിങ് ടു ദ ലോവർ ഓഫ് ദ പ്രഷർ. അപ്പോൾ എന്താവുന്നു? പ്രഷർ താഴുന്നു. വെൻ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ദ എയർ ബിക്കം ഡെൻസ് ആൻഡ് ഡിസെൻസ്. ടെമ്പറേച്ചർ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ടെമ്പറേച്ചർ കുറയുമ്പോൾ പിന്നെയും അത് ഡിസെൻഡ് ആവുന്നു, താഴോട്ടേക്ക് തന്നെ വരുന്നു. ഓക്കെ, ദിസ് വിൽ ഇൻക്രീസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി നമ്മൾ വെൻ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് എയർ ബിക്കം രാരിഫൈഡ് and so it exerts less pressure, but when altitude decreases earth gravity pull the gas molecules towards the ground. അപ്പോൾ ഇതാണ് എന്ത് ആൾട്ടിറ്റ്യൂഡും അതേപോലെ തന്നെ എയർ പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. വെൻ ദ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദ എയർ പ്രഷർ ഡിക്രീസസ്. ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക, ഈ ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. So air become dense and it exert high pressure. ഇനി ഹ്യൂമിഡിറ്റി എന്താണ്? വാട്ടർ വേപ്പർ കണ്ടെയ്ൻഡ് present in the atmosphere ആണ്. amount of water vapor present in the atmosphere. Water vapor is lighter than air. If the amount of water vapor is more in the unit volume of air, then atmospheric pressure will be less, because the moist air contains less oxygen and nitrogen and exerts less pressure. Okay, while dry air exerts high pressure as it contains more oxygen and more nitrogen. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ലൈറ്റർ ദാൻ എയർ ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ലൈറ്റർ ദാൻ എയർ ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രഷറും കുറവായിരിക്കും. അപ്പം നമുക്ക് ഡ്രൈ ആകുമ്പോൾ കൂടുതൽ ഓക്സിജൻ അതിലുണ്ടാകും, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമിഡിറ്റി ആൻഡ് air pressure. Okay, so that's about the first question. We will go to the second question. Prepare notes on the role of solar energy and the earth's rotation in the formation of a pressure belt. എങ്ങനെയാണ് സോളാർ എനർജി കണക്റ്റ് ആയിരിക്കുന്നത് പ്രഷർ ബെൽറ്റിൽ? നമുക്കറിയാം അല്ലേ, സോളാർ എനർജി ആൻഡ് എർത്ത് റൊട്ടേഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ പ്രഷർ ബെൽറ്റ്സ്. Earth rotations and apparent movement of the sun which causes an inequality in the amount of heat received by different parts of the earth and its atmosphere. നിങ്ങൾക്കറിയാം, ഒരേപോലെയല്ല നമുക്ക് എല്ലാ സ്ഥലത്തും, എർത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഗോളാകൃതിയിലായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല നമുക്ക് സണ്ണിൻ്റെ റേസ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. So what happened, my dear children? At the equator, throughout the year, amount of heat received is intense. കൂടുതലാണ്. intense means കൂടുതലാണ് അല്ലേ? ഇക്വേറ്ററിൽ നമുക്ക് കിട്ടുന്നത് കൂടുതലാണ്. ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ് ചെയ്യുന്നത് കൂടുതലാണ്. ഹീറ്റഡ് എയർ ബീയിങ് ലൈറ്റ് റൈസസ് ആൻഡ് ക്രിയേറ്റിംഗ് ലോ പ്രഷർ ഏരിയ. അതുകൊണ്ട് തന്നെ ഹീറ്റഡ് എയർ എന്താവുന്ന? ലൈറ്റ് ആവുന്ന ആൻഡ് റൈസസ്, അത് പിന്നെ മേലോട്ട് ഉയരുന്നു, ആൻഡ് ക്രിയേറ്റിംഗ് ലോ പ്രഷർ ഏരിയ. അപ്പോൾ അവിടെ എന്താണ്? പിന്നെ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. വയലറ്റ് പോൾസിൽ എന്താ സംഭവിക്കുന്നത്? ഇതേപോലെ സൺറൈസ് അബണ്ടൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. സൺസ് റേസ് ആർ സ്ലാൻറ്റിംഗ് ആൻഡ് എയർ ഈസ് സോ ഹെവി ആൻഡ് ഹൈ പ്രഷർ ഏരിയ ഈസ് ക്രിയേറ്റഡ്. ഇവിടെ ഹൈ പ്രഷർ ഏരിയ ആണ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഓൾസോ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ദ വേരിയസ് pressure belt on the earth. The pole rotates more slowly than the equator and the air should be pushed away from the poles towards the equator where it piled to form a high pressure belt, and to poles it should be low pressure.
Okay, but this is a just reverse near equator region. When the air gets heated and rises and creates low pressure, the poles cooled air sinks and is the high pressure area. Okay, ഇത്ര വലിയ പാരഗ്രാഫ് പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് ലാസ്റ്റ് 2 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. പോൾസിൽ എന്താണ് ഹൈ പ്രഷറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ബിക്കോസ് ഓഫ് ദ ദാറ്റ് ഈസ് എയർ ഷുഡ് ബി പുഷ്ഡ് അവേ ഫ്രം ദ പോൾസ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ. ഓക്കെ, റൊട്ടേഷൻ കാരണം അവിടെയുള്ള എയർ പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൈ പ്രഷറാണ് ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ലാസ്റ്റ് 2 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൗ വി വിൽ മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് how Coriolis effect causes the deflection of winds on the basis of the direction of winds mentioned below. A is trade winds and B is westerlies. So first we will see that trade winds. What is mean by Coriolis? Coriolis എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. Due to the rotation of the earth, winds curve as they blow. Okay, due to the rotation of the earth, wind curve as they blow. Wind ഒന്ന് curve ചെയ്യും as they blow. The curving motion of the wind is called Coriolis effect. Okay, according to this, any freely moving body get deflected to the right in the northern hemisphere and to the left in the southern hemisphere. ഇത് നമുക്കൊരു തത്വമാണ്. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ. Okay, so that is according to this principle what is happening, northern hemisphere റൈറ്റിലേക്കും ഡിഫക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്ക് ഡിഫക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, the wind that blows from subtropical high pressure belt to the equatorial low pressure belt is called as trade winds. In southern hemisphere, trade winds blow from southeast direction, hence it is called southeast trade winds. Westerlies blow from subtropical high pressure to the subpolar low pressure. Due to the Coriolis force in northern hemisphere, it is from southwest direction, and in the southern hemisphere northwest direction. Westerlies is the just opposite of a trade winds in terms of their direction. So westerlies is also called as anti-trade winds. ഓക്കെ, ഇതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റാണ്, വെസ്റ്റേർലീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ തേർഡ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ മൈ ഡിയർ ചിൽഡ്രൻ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം ഒരിക്കൽ കൂടെ താങ്ക് യു. ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. Again and again all the videos will be uploaded. Thank you once again, my dear children.